ഡിയർ ടീച്ചേഴ്സ്, യുഡൈസ് പ്ലസ് ടീച്ചർ മൊഡ്യൂൾ ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് യുഡൈസ് പ്ലസ് ടീച്ചർ മൊഡ്യൂൾ എന്ന് ടൈപ്പ് ചെയ്യാം. ടീച്ചർ പ്രൊഫൈൽ എന്നോ ടീച്ചർ മൊഡ്യൂൾ എന്നോ ടൈപ്പ് ചെയ്യാം. ദെൻ യുഡൈസ് പ്ലസ് ടീച്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മുടെ സ്കൂളിൻ്റെ യുഡൈസ് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസിലാണ് അപ്പോൾ എത്തുക. നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ടീച്ചിങ് ഓർ നോൺ ടീച്ചിങ് DCF ടു ഫിൽ ദ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിന് താഴെയായിട്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇതിൽ ടോട്ടൽ ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ളത് കാണാം. അവിടെ ടോട്ടൽ 120, ഇൻകംപ്ലീറ്റ് 120 എന്ന് കാണിക്കാം. ആ ഇൻകംപ്ലീറ്റ് എന്നുള്ളതിൽ 120 എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമ്മുടെ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സിൻ്റെയും ഡീറ്റെയിൽസാണ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പേരിനെ നേരെ കാണുന്നതിൽ ഇനി നമുക്ക് ഇപ്പോൾ 120 ടീച്ചേഴ്സിനും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഏറ്റവും നല്ലത് സെർച്ച് ബട്ടണിൽ നമ്മുടെ പേര് അവിടെ ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അത് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡാറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഞാൻ മറ്റൊരാളുടെ എടുത്ത് കാണിക്കാം. ഇപ്പോൾ രേഷ്മ ടീച്ചറുടേതാണെങ്കിൽ ഇതിന് നേരെയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജനറൽ പ്രൊഫൈല്, അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈല്, ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓരോന്നും എടുത്ത് അതിലെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷം ചെയ്തത് അവിടെ ഉണ്ടാവും. എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. അതിനുശേഷം ഓരോ പേജിൻ്റെയും അവസാനത്തിൽ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഓരോന്നും ചെയ്യുക. ശേഷം അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്യുക. ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ് എന്നുള്ളതും ഫില്ല് ചെയ്ത് അതും അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ ഈ ഇൻകംപ്ലീറ്റ് എന്ന് ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇൻകംപ്ലീറ്റ് എന്നുള്ളത് മാറി അവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റഡ് എന്ന് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, ആ രീതിയിലാണത് കാണിക്കുക. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.